ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ്, അതായത് ജിമെയിൽ അക്കൗണ്ട്. ഈ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ എന്റെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ ഗൂഗിളിന്റെ ആപ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ യൂട്യൂബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ യൂട്യൂബിന്റെ ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇടയിൽ കാണുന്ന ക്രിയേറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ക്രിയേഷന്റെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും, ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ എനിക്കുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫുൾടെക് എന്ന് ഇതിൽ ചാനൽ നെയിം ഓൾറെഡി ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിട്ടുണ്ട്. അതായത് ഞാൻ എന്റെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫുൾടെക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്റെ ജിമെയിൽ അക്കൗണ്ടിന്റെ പേരും ഫുൾടെക് എന്നാണ്. അതുകൊണ്ടാണ് ഓൾറെഡി യൂട്യൂബ് തന്നെ അത് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് എനിക്ക് ഫുൾടെക് എന്നുള്ള എന്റെ ചാനലിന്റെ പേര്. അപ്പോൾ ആ പേര് തന്നെ ഇവിടെ നിലനിർത്തുകയാണ്. ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ അടിയിൽ ക്രിയേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫുൾടെക് എന്നുള്ള എന്റെ ചാനലിന്റെ ഇന്റർഫേസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾടെക് എന്ന് പറയുന്ന ചാനലിന്റെ ഇന്റർഫേസ്. ഇനി അടുത്തതായി ചാനൽ കസ്റ്റമൈസേഷനിലേക്ക് പോകാം. അതിനായി ആദ്യം കസ്റ്റമൈസ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചാനൽ കസ്റ്റമൈസേഷന്റെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്യൂബ് ബാനർ, അതുപോലെ തന്നെ യൂട്യൂബ് പ്രൊഫൈൽ ഫോട്ടോ, അതുപോലെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി. ആദ്യം തന്നെ നമുക്കൊരു ബാനർ, യൂട്യൂബ് ബാനർ വേണം. ഓൾറെഡി ഞാനിവിടെ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻവ എന്ന സൈറ്റിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ ബാനർ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവയിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ക്യാൻവയിൽ നിറയെ ഡിസൈൻസ് ഉണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ പ്രകാരം അതിനെ കസ്റ്റമൈസ് ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ എൻ്റെ ബാനറും പ്രൊഫൈൽ ഫോട്ടോയും ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ബാനർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ബാനർ ഇവിടെ വന്ന് ഈ ക്യാൻവയിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബാനർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാനർ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ആ ബാനർ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പ്രൊഫൈൽ ഫോട്ടോ ആണ്. അതും താഴെ കാണുന്ന അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഫോട്ടോ. അബീസ് ടെക് ആൻഡ് ടിപ്സ് എന്നുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാം. ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഞാനൊന്ന് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ ഫോട്ടോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പിന്നെ ഈ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യാൻ ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നില്ല. ഞാൻ നേരെ അപ്ലോഡ് ചെയ്തു. അടുത്ത ചാനലിൻ്റെ പേര് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഞാനിപ്പോൾ മാറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ യൂസർ നെയിം അതും മാറ്റാനുള്ള ഓപ്ഷൻ താഴെയുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള. അടുത്തതായി ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ ചാനൽ എന്തിനെക്കുറിച്ചാണോ അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൂൾ ടെക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ടെക് പരമായ വീഡിയോസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടെക് പരമായ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ചാനൽ എന്തിനെ പറ്റിയാണോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർഡ്സുകൾ, കുറച്ച് കീവേഡ്സുകൾ ഉറപ്പായും ആ ഡിസ്ക്രിപ്ഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സെർച്ച് എഞ്ചിൻ, അതായത് സെർച്ച് എഞ്ചിൻ നമ്മുടെ വീഡിയോ ഏത് കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ നിർമ്മിക്കുന്നത്, ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർഡ്സുകൾ അതിൽ ഉണ്ടെങ്കിൽ ആ സെർച്ച് എഞ്ചിൻ ആ വേർഡുകൾ ഫൈൻഡ് ചെയ്യുകയും നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതായത് യൂട്യൂബിന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ടോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കുക്കിംഗ് ചാനലാണ്. എനിക്ക് ഒരു കുക്കിംഗ് ചാനലുണ്ട്. ഞാൻ അതിൽ എല്ലാ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നൊരു മീൻ കറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അയലക്കറിയുടെ ഒരു വീഡിയോ സപ്പോസ് ഞാൻ ഇന്ന് ചെയ്തു. അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം, മീൻ കറിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർഡുകൾ ഉൾക്കൊള്ളിച്ച് വേണം അതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ. അങ്ങനെ എഴുതുമ്പോൾ സെർച്ച് എഞ്ചിൻ നമ്മളെ കൊടുക്കുന്ന കുറച്ച് കീവേഡ്സുകൾ മാത്രമാണ് ഫൈൻഡ് ചെയ്യുന്നത്.
അത് ഫൈൻഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ബൈ ചാൻസ് ഞാനൊരു മീൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് യൂട്യൂബിൽ, എനിക്ക് കറി വെക്കാൻ അറിയത്തില്ല, ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യും നാടൻ മീൻ കറി. അപ്പോൾ ആ നാടൻ മീൻ കറി എന്നുള്ള വേർഡ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ആ സെർച്ച് എഞ്ചിൻ ആ വേർഡ് ഫൈൻഡ് ചെയ്യുകയും ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ എടുത്ത് ടോപ്പിലേക്ക് കൊണ്ടുവരും. അടുത്ത ഒരു ഓപ്ഷനാണ് വീഡിയോ വാട്ടർമാർക്ക്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിന്റെ എന്തെങ്കിലും ലോഗോ ആ വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവനായിട്ടോ അതോ ഭാഗികമായിട്ടോ അതിവിടെ കസ്റ്റം സെറ്റിംഗ് ഉണ്ട്. അതിൽ പോയിട്ട് അതിൽ 3 ഓപ്ഷൻ ചോദിക്കും. വാട്ടർമാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ 3 ഓപ്ഷൻ ചോദിക്കും. അത് കസ്റ്റമായിട്ട് വേണോ, അതോ സ്റ്റാർട്ടിങ്ങിൽ മതിയോ, അതോ ഫുൾ വീഡിയോയിലും വേണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ചോദിക്കും. അപ്പോൾ നമുക്കതിൽ ഏതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അതിൽ വേറെ കസ്റ്റം സെറ്റിംഗ് കൂടി ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ അത് എൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. അത് തന്നെ ഇവിടെ ജസ്റ്റ് ഞാൻ ഇവിടെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് ഇവിടേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിന്റെ ലോഗോയോ പിക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ എൻ്റയർ വീഡിയോയിൽ അത് ആഡായി വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 3 ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അതിൻ്റെ കസ്റ്റമായിട്ട് വേണോ, അതോ സ്റ്റാർട്ടിങ്ങിൽ വേണോ, അതോ ഫുൾ വീഡിയോയിൽ വേണോ എന്നുള്ളത് ഇവിടെ യൂട്യൂബ് തന്നെ എൻ്റെ സജഷൻ ചോദിക്കുന്നുണ്ട്. അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചാനലിന് കീവേഡ്സുകൾ നൽകാം. ചാനലിന് കീവേഡ്സുകൾ നൽകുന്നതിനായിട്ട് ഫസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബേസിക് ഇൻഫോ ഉണ്ട്. ബേസിക് ഇൻഫോയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചാനലിന് കീവേഡ്സുകൾ നൽകുന്നത്. നമ്മുടെ ചാനൽ എന്തിനെ കുറിച്ചാണോ, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോസാണോ നമ്മുടെ ചാനൽ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ നൽകുക. അപ്പോൾ നമ്മൾ നൽകുന്ന കീവേഡ്സ് ആണ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഫൈൻഡ് ചെയ്തിട്ട് നമ്മളെ ചാനലിൽ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ചാനൽ ടെക് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനിപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ചാനലിന്റെ പേര് കൊടുക്കുകയാണ്. ടെക് ആൻഡ് ടിപ്സ് എന്നുള്ളത് ആദ്യം നൽകുകയാണ്. അബീസ് ടെക് ആൻഡ് ടിപ്സ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ നൽകുക. ബൈ സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ ചാനൽ കുക്കിംഗ് ചാനൽ ആണെങ്കിൽ കുക്കിംഗ് എന്ന് നൽകാം. ഓരോ കീവേഡ്സുകൾ നൽകിയതിനു ശേഷവും കോമ എൻ്റർ ചെയ്യുക. എന്നാൽ മാത്രമേ അതൊരു കീവേഡ്സ് ആയിട്ട് മാറത്തുള്ളൂ. ഓരോ കീവേഡ്സുകളും എൻ്റർ ചെയ്തതിനു ശേഷം കോമ അടിക്കാൻ മറന്നു പോകരുത്. തീർച്ചയായിട്ടും കോമ കൊടുക്കണം. ഞാനിപ്പോൾ ടെക്നോളജി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനിപ്പോൾ ടെക്നോളജി എന്ന് കൊടുത്തു. അടുത്ത ഇപ്പോൾ നിങ്ങളുടെ ചാനൽ കുക്കിംഗുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫുൾ കുക്കിംഗ് എന്ന് നൽകാം. എന്ത് ഡിഷസ് ആണ് ഉണ്ടാക്കുന്നത്, വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ ഫിഷ് കറി, അങ്ങനെ എന്ത് കീവേഡ്സ് നൽകാം. ഈ കീവേഡ്സുകളാണ് നമ്മുടെ ചാനലിനെ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചാനലിന് കീവേഡ്സുകൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ആരോ മാർക്കിൽ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ഫയൽ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ അല്ലെങ്കിൽ മൊബൈലിൽ എവിടെയാണോ നമ്മുടെ വീഡിയോ ഫയൽ ഇരിക്കുന്നത് അവിടെ നിന്ന് ആ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ AC സർവീസിംഗ് എന്നുള്ള വീഡിയോ ഫയൽ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഫയൽ ഇവിടെ അപ്ലോഡായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ AC സർവീസിംഗുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ ജസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. AC സർവീസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ, അതാണ് നമ്മുടെ വീഡിയോ എന്തുമായി ബന്ധപ്പെട്ടതാണ്, എന്താണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്, എന്താണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം. ജസ്റ്റ് ഞാനിവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ, എൻ്റെ വീഡിയോ കുറച്ച് എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ വീഡിയോ കിഡ്സ്, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ വീഡിയോ, അതുകൊണ്ട് നമ്മളത് നോ കൊടുക്കുകയാണ്. നമ്മളവിടെ യെസ് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിന് വീണ്ടും കുറേ പോളിസികൾ വരും. അതുകൊണ്ട് അത് വേണ്ട.
അതുകൊണ്ട് ഞാൻ അവിടെ നോ കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നിങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ അവിടെ നോ തന്നെ കൊടുക്കുക. 18 വയസ്സിന് താഴെയുള്ളവർ കാണാൻ പറ്റിയതാണ് വീഡിയോ എന്നാണ് ഞാൻ അവിടെ കാണാം എന്നുള്ളതാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുക. അതിനുശേഷമാണ് വീഡിയോയ്ക്ക് നമ്മൾ ടാഗ് കൊടുക്കേണ്ടത്. അതായത് വീഡിയോ കീവേഡ്സ്. നമ്മുടെ ചാനലിൽ എങ്ങനെയാണോ കീവേഡ്സുകൾ നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്തുമായി റിലേറ്റഡ് ആണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ നൽകുക. നല്ല കീവേഡ്സുകൾ നൽകുക. അത് നല്ല കീവേഡ്സുകൾ നൽകിയാൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ റാങ്ക് ചെയ്യും. അതുകൊണ്ട് വൈറലായിട്ടുള്ള കീവേഡ്സുകൾ ഉപയോഗിക്കുക മാക്സിമം. ഞാൻ AC-യുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കീവേഡ്സുകൾ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ AC സർവീസിംഗുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സുകൾ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഓരോ കീവേഡ്സുകളും ആഡ് ചെയ്തതിനു ശേഷം കോമ അടിക്കുക. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് അടുത്തതായിട്ടാണ് നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറി എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് എന്റർടൈൻമെന്റ് എന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി, നിങ്ങളുടെ വീഡിയോ ഏതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ആ കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ വേറെ വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ ആഡ് റിലേറ്റഡ് വീഡിയോ എന്നുള്ളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്, എൻ്റെ സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായി നിങ്ങളുടെ ചാനൽ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ഒരു 6 സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫി വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡോ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത് യൂട്യൂബിൻ്റെ വെരിഫിക്കേഷൻ പോളിസിയാണ്, അത് ഉറപ്പായും ചെയ്തിരിക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏത് രീതിയിൽ പബ്ലിഷ് ചെയ്യണം, അതായത് നിങ്ങളുടെ വീഡിയോ പ്രൈവറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണോ അതോ അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യണോ ആണ് ചോദിക്കുന്നത്. പ്രൈവറ്റ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. അൺലിസ്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ അവർക്ക് കാണാവുന്നതാണ്. പബ്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും കാണാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഷെഡ്യൂൾഡ് ആണ്. നിങ്ങളുടെ വീഡിയോ ഏത് സമയത്ത് പബ്ലിഷ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റും ടൈമും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് തന്നെ പബ്ലിഷ് ചെയ്തോളും. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.